നമസ്കാരം. ഏതായാലും നമസ്കാരം. നമസ്കാരം നിഷു. നിഷു ആണ്. കാരണം എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ. അതായത് ഈ ഉത്തമൻ മാതൃക, റസൂലിൽ ഉത്തമ മാതൃക. സോറി സോറി ആ അച്ഛാ അച്ഛാ ആ പുള്ളിക്കാരെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇത് വന്ന കാര്യങ്ങളിൽ അതായത് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കാതെ ഈ റൂമിനകത്ത് കയറാൻ ഓക്കെ 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 ഞാൻ റെഡിയാ. അവര് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ സമയം വയ്ക്കും. നിഷ ആളില്ലാതെ നിഷു നിഷു അല്ല നിഷു ഒരു കാര്യം ചെയ്യും. അതെ അതെ അതെ, ഒരു സെക്കൻഡ് നിഷു. അതായത് അങ്ങനെ പറയുന്ന ഒരു ശരിയല്ലാത്തതല്ലേ അത്. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ക്ഷമ ചോദിച്ച്. എന്റെ അച്ചക്കുഞ്ഞായ, നിങ്ങൾ ഇപ്പോഴല്ലേ എന്റെ ബ്ലോക്ക് മാറ്റിയത്? നിങ്ങൾ ബ്ലോക്കിൽ ഞാൻ ഇതിലെ വരുള്ളൂ. കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. ശേഷം ഞാൻ അച്ചക്കുഞ്ഞിനോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കൂട്ടുകാരനല്ലേ ഞാൻ. ഒരു സെക്കൻഡ്. അതായത് അങ്ങ് പറഞ്ഞു വിട്ടു. ഓക്കെ, ഞാനത് മോഡാക്കിയത് മോഡ് തന്നെ ആണല്ലോ ആക്കിയത്. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ ആളിവിടെ ഇരിക്കണ്ട. കാരണം ഞാൻ ബ്ലോക്ക് മാറ്റിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 400ാമത്തെ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാവരും വന്ന് കേൾക്കട്ടെ, അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാവരുടെയും 65 പേരുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്പീക്കർ വരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്ന് ക്ഷമ ചോദിക്കാതെ നമ്മുടെ റൂമിലേക്ക് സ്പീക്കർ പാനലിൽ കയറാൻ പാടില്ല. അത് ലീ സിസ്റ്റർ പ്രത്യേകിച്ച് നല്ല ദേഷ്യത്തിലാണ്. പുള്ളിക്കാരി ഇത് വാണിംഗ് ആയിട്ട് തന്നെ പറഞ്ഞേക്കുവാണ്. അതുപോലെ മാന്യമായിട്ട് സംസാരിക്കും എന്നുറപ്പും കൂടെ തരണം ആ കൂട്ടത്തിൽ. അല്ലാതെ ഈ അപമര്യാദയായിട്ടും അസഭ്യം പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അതും കൂടെ ഉറപ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെയും അത് ആവർത്തിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മളങ്ങനെ ഇവിടെ ആർക്കും സംസാരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും ഒന്ന് സംസാരിക്കാം. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അതുപോലെ അസഭ്യം പറയുക. യേശു ക്രിസ്തുവിനെ ആരെ എടുത്തിട്ട് അമ്മാനും അടിക്കൂ, ഇവിടെ വിഷയമൊന്നുമില്ല. അതിനൊക്കെ ബൈബിളിൽ നിന്ന് ചോദ്യങ്ങൾക്കും എല്ലാം മറുപടിയുണ്ട്. അതിനൊന്നും ആർക്കും വിഷയമില്ല. പക്ഷേ അസഭ്യം പറയുന്നതും ഈ പറയുന്ന പോലെ വാക്കുകൾ ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നിഷു അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കേൾക്കാൻ താല്പര്യം ഉള്ള ഒരു വ്യക്തിയാണ്, പറയാനും താല്പര്യമുള്ള. പറയുമ്പം ഒക്കെ അതിര് കടന്നു പോകുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ എന്നൊക്കെ ഉറപ്പ് വരുത്തണം നിഷു സംസാരിക്കുന്നതിന് മുൻപേ. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്കാളൊക്കെ ഉപരി ഈ റൂമൊക്കെ ലീഡ് ചെയ്യുന്നത് മറ്റ് പലരുമാണ്. അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരുടെ വാക്കുകളെയൊന്നും ലീ സിസ്റ്റർ അതുപോലെ ഈ മോഡായിട്ടിരിക്കുന്ന മറ്റു പലരും ഉണ്ടല്ലോ, അവരുടെ വാക്കുകളെ ധിക്കരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അത് മാത്രമല്ല സോറി പറഞ്ഞ ഇടയ്ക്ക് സോറി. ഈ വ്യക്തി ഇപ്പോഴും പച്ചക്കള്ളം വന്നിരുന്ന, അതായത് വേറെ ഐഡിയകളിൽ വന്ന് റൂം ഹാക്ക് ചെയ്ത് സ്പീക്കർ പാനലിൽ ഉള്ളിൽ വന്ന് ആവശ്യമില്ലാതെ വർത്തമാനങ്ങൾ പറഞ്ഞു. എന്നിട്ടും പച്ചക്കിരുന്ന് പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഞാൻ ബ്ലോക്ക് മാറ്റിയത്, ഞാൻ ഇപ്പോഴാണ് ഈ റൂമിലോട്ട് വരാൻ തുടങ്ങിയത്. ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഈ പുള്ളിക്കാരന്റെ ഇതേ സൗണ്ടിൽ തന്നെ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ടും പച്ചക്കള്ളം പച്ചക്കള്ളത്തിൽ പറയാൻ പറ്റത്തോ? ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല ഈ റൂമിൽ വരാൻ. ഓക്കെ സഹോദര, ഞാനൊരു വ്യക്തിപരമായ ദേഷ്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങള് അറിയുക. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് ദേഷ്യം അല്ലെങ്കിൽ പുള്ളിക്കാരെ എന്നെ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയെ പറഞ്ഞിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ അധ്യാപകരെ വ്യക്തിഹത്യ ചെയ്തത് കൊണ്ട് ഇനിയും നമുക്കൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് ആണ് അത് മാറ്റുന്നത്. അല്ലാതെ ഇനിമേലെ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അവിടെ പരിപാടി. ഞങ്ങൾക്ക് അവിടെ ക്ഷമിക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ട്? വീണ്ടും ഞങ്ങൾ അവരെ വിളിച്ചു ഇരുത്തിയിട്ട് പിന്നെ അവരുടെ വായിന്ന് നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരുന്നത് അവസ്ഥ നമുക്ക് എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല. സോറി. ഓക്കെ നിഷു പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ, നമുക്ക് ഉള്ളത് ഒരു സഹോദരിയാണ് നമ്മുടെ കൂട്ടത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്.
അത് നിങ്ങളുടെ പ്രമാണങ്ങളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക ചെയ്യുന്നത്, അല്ലാതെ സ്വന്തമായി ഇട്ട് പറയുകയല്ല. അപ്പൊ അങ്ങനെ ഒരു സഹോദരിയൊക്കെ അങ്ങനെ പറയുമ്പോൾ ശരിയാണ് നിഷു. എങ്കിലും സ്നേഹം വിട്ടുപോയിട്ടില്ല. ഇവരാരും ഇല്ലെങ്കിൽ ഞാൻ മുകളിലെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരാരും ഇല്ലെങ്കിൽ അത് മാത്രമല്ല അത് മാത്രമല്ല നമ്മുടെ റൂമിനകത്ത് എത്രയോ പേര് വന്ന് അന്നേരത്തെ ആ ഒരു പ്രവാഹമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്താനം വീണ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ എത്രയോ പ്രാവശ്യം പിന്നെ വീണ്ടും വന്ന് സംസാരിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവരങ്ങനല്ലല്ലോ. ഈ മോനു ആയാലും ശരി, നിസു ആണെങ്കിലും ശരി, എസ് വി ആണെങ്കിലും ശരി, ഇവരൊക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളിരിക്കുക. അതേപോലെ നാവരിയൽ ഉസ്താദ് ആ നമ്മുടെ റൂമിനകത്ത് വന്ന് കയറാൻ പറ്റും, സ്പീക്കർ പാനലിൽ വരാൻ പറ്റില്ലെങ്കിൽ പോലും താഴെ വന്നിരുന്ന വിളിച്ച് നമ്മളത് ഒരു സമയത്ത് ചിലപ്പോ ദേഷ്യം വരുമ്പോ പറയും. പക്ഷെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, സൗകര്യം വിളിച്ച് ഉസ്താദെ മോളിൽ വാ ഉസ്താദെ എന്ന് വിളിച്ചു. നമ്മൾ ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് വിളിച്ചത്. ഞാൻ ആരിസ് മദനി ഉസ്താദ് വന്നു കഴിഞ്ഞാല് പറഞ്ഞോളൂ. പെണ്ണ് മുഹമ്മദിന് ഇഷ്ടം ആണെന്നുള്ളത് ഇച്ചിരി വിഷയം തന്നെയാണ്. ഈ അത്തർ ഇഷ്ടപ്പെടുന്നതിൽ എന്താ കുഴപ്പം? മുഹമ്മദിന് അത്തർ ഇഷ്ടമാണ്. അത് മുമ്പേ നമ്മൾ പറഞ്ഞ ആ വിഷയം മാത്രമാണോ കുഴപ്പം? അതൊരു കുഴപ്പമായിട്ടുണ്ടെന്ന് തോന്നി. അത്തർ ഇട്ടേച്ച് അല്ല 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 അത്തറിന് ഇഷ്ടം എന്ന് പറഞ്ഞ അത് കേട്ട് അത്തറിന് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾ അത്തർ പൂശിയാൽ അവർ വ്യഭിചാരികൾ എന്ന് പറയുന്നു. ഇവിടെ നേതാവ് അത്തർ പൂശിയാൽ അതിനെന്ത് പറയും? അതിനൊരു ആൻസർ എനിക്ക് തരണം. അല്ല, അത് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ അതിൻ്റെ ഉത്തരവാണ്. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അതായത് മുഹമ്മദ് ഇപ്പം അത്തർ പൂശി ഈ സൗത്ത് എന്ന തോട്ടത്തിൽ എൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഇപ്പം ഒരു സ്ത്രീയെ കാണുന്ന ഉടനെ മുഹമ്മദിന് അവളുമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നുക, അല്ലെങ്കിൽ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് പറഞ്ഞു ശരീരം ദാനം ചെയ്ത് അവളുടെ ദേഹത്ത് ഈ അത്തറിൻ്റെ മണം വരുന്നു. അപ്പോൾ അവൾ അത്തറിൻ്റെ മണമായിട്ട് നടക്കുമ്പോൾ ആൾക്കാർ ന്യായമായിട്ട് പറയുന്നത് അവൾ വിചാരണിയാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അവളുടെ ദേഹത്ത് ഈ മുഹമ്മദിന്റെ ദേഹത്തുള്ള അത്തറിന്റെ മണം വരത്തില്ലേ? അപ്പം അത് എല്ലാം കറക്റ്റാണ്. അല്ല, അപ്പൊ ഈ മുഹമ്മദ് അത്തർ പൂശി ഇങ്ങനെ നടക്കുമ്പം ഈ മറ്റുള്ളവര് അത്തർ പൂശിയ സ്ത്രീകളെ അങ്ങനെ വിളിക്കുമ്പോ മുഹമ്മദിനെ എന്ത് വിളിക്കണം? അതെനിക്ക് പറഞ്ഞതാ. അല്ലേ, അത് ജയ ബ്രദർ അതിന്റെ ഉത്തരം പറഞ്ഞായിരുന്നില്ല. ഇത് ഈ മൂന്ന് ഉത്തരം കൂടെ കേൾക്കുമ്പോ അച്ഛന്മാറിന് മനസ്സിലാവും. അത് മാത്രല്ല ഒരേ ഒരു നാളില് 30 പേരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരുന്നാലും അത്ര പൂജ വലിയ പറ്റുമോ? കുളിക്കുന്നില്ല ആ സമയത്ത്. അല്ല, കുളി എന്താണെന്ന് കണ്ടിട്ടില്ല. അവിടെ സ്ത്രീകൾ ഓരോരുത്തരല്ലോ വരുന്നുള്ളൂ. അവർ അത്ര പൂശിയിട്ടാലും കുഴപ്പമില്ല. അവര് പൂശുന്നത് എപ്പോഴാ? മുഹമ്മദ് അത്ര പൂശിയത് എപ്പോഴാ? അവര് പൂശുന്ന ഇപ്പം ഒരു സ്ത്രീ അത്ര പൂശേണ്ടി വരുന്നത് നിങ്ങൾ എന്റെ തല തിന്ന് കളയുക. നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ, അല്ലെ, ഒരു സ്ത്രീ അത്ര പൂശേണ്ട വരുന്നത് എപ്പോഴാ? മുഹമ്മദ് അത്ര പൂശുന്നതിന് മുഹമ്മദ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 30 സ്ത്രീകളുടെ കയറിക്ക് പോകുമ്പോൾ വേർക്കും. അപ്പം മണം വരാതിരിക്കാൻ വേണ്ടി അത്ര പൂശുന്നു, പുരുഷന്മാർ അത്ര പൂശുന്നു. നിങ്ങളെല്ലാം ഇങ്ങനെ പൊക്കോളാനാ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെറുതെ അല്ല, ഞാൻ അത്തർ പെർഫു പുരട്ടുന്ന സ്ത്രീകൾ വേശ്യകളാണ്. അപ്പം അവര് വേശ്യകളാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതിനകത്തുണ്ട്. എന്തുവാ അതിന്റെ തെളിവ്? സുനൻ നസായി 51:26, തിർമിദി 27:86, അബിദാവൂദ് 41:73. ഇതിൽ വ്യക്തമായി പറയുന്നു സ്ത്രീകൾ അത്തർ പൂശി വന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ വേശ്യയാണെന്ന്. മാസ്റ്റർ ടോക്ക് ആടാ പേട്ടുകാള, അതിന്റെ ദൈവാരാ? എന്റെ ദൈവം ഈ വിത്തില്ലാത്ത ഈ മമ്മൂഞ്ഞിന്റെ ആളല്ല. അല്ല, അതാരാണ്? മമ്മൂഞ്ഞിന് എത്ര വിത്ത് കരുതുന്നു പറ.
മമ്മൂന്ന് അല്ല, നീ 44 ചോദ്യത്തിന് സ്ത്രീകൾ. മറുപടി നീയല്ല പറഞ്ഞത്. ഏത് 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 ഒറ്റ ക്രിസ്ത്യാനിയോട് ഏറ്റുമുട്ടാൻ ഒരു കാക്കമ്മനും വളർന്നിട്ടില്ല, ഒരാൾക്കും കയ്യില്ലെന്ന്. നീ ചോദ്യത്തിന് ഉത്തരം പറയൂ. നീ ന്യായമായ ചോദ്യം ചോദ്യര്. ഞാൻ നിങ്ങളുടെ ന്യായമായ ചോദ്യം ഞാൻ ചോദിച്ചു. ന്യായമായ ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും 44 ബേസിക് ആയിട്ട് സ്ത്രീകളുടെ ന്യായമായ ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നിന്റെ ദൈവം ആര്? ഞാൻ എന്റെ ദൈവം ന്യായമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നിന്റെ ദൈവം ആര്? എന്റെ ദൈവം ജീവനുള്ള യേശു ക്രിസ്തു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു, സനാതനമായ ദൈവം. എന്താ തെളിവ്? ബൈബിളിൽ എവിടെ യേശു ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കണം നേർക്കേറെ പറഞ്ഞിട്ടുള്ള ഒരു ബൈബിൾ വാക്യം കൊണ്ടുവരുന്നാല്? യേശു സ്വയം നേർക്കേറെ പറയുന്നത്. അതായത് അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ആൻസറിൽ പറഞ്ഞു, അള്ളാഹു മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിന് മറുപടി ആവണ്ട, ചോദ്യത്തിന് മറുചോദ്യം അല്ലെങ്കിൽ പോരെ. നീയല്ലേ പറഞ്ഞ ഏക ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു തരും. ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിനക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഇവിടെ അതേ തന്നെ പിന്നെ ആ ചോദ്യം ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അള്ളാഹു മുഹമ്മദിന്റെ നേരിട്ട് പറഞ്ഞു ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കണം പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആദ്യം ചോദ്യം ചോദിച്ചത്, അതിന് നീ ഉത്തരം പറയും. ചോദ്യത്തിന് മറുചോദ്യം അല്ല വേണ്ടത്. ഞാൻ നിനക്ക് 8 സ്ഥലങ്ങളില് എന്റെ ഖുറാൻ 8 സ്ഥലങ്ങളില് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഞാൻ ദൈവം എന്നെ ആരാധിക്കണം. പക്ഷെ അള്ളാഹു നേരിട്ടാണ് ഈ ആയത്തുകൾ കൊടുത്തേക്കുന്നത്. ഞാൻ പറയട്ടെ, നീ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. നീ ബബ്ബടിക്കല്ലേ, ചോദ്യത്തിന് മറുപടി ഒരു മനുഷ്യ. യേശു താൻ ദൈവമാണെന്ന് എന്നെ ആരാധിക്കണം നേർക്കൊരു സ്വയം പറഞ്ഞത് ബൈബിൾ വാക്യം കൊണ്ടുപോകാൻ മനുഷ്യ. ഒരു സെക്കൻഡ് നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്ന ആർക്കും കേൾക്കത്തില്ല. അതുകൊണ്ട് 1 by 1 ആയിട്ട് പോവാം. അപ്പം ആദ്യം ഗിബോർച്ചാൻ അതിന് താങ്കളുടെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ഗിബോർച്ചാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് താങ്കൾ അതിനകത്ത് കയറി ഇടപെട്ടത്. അല്ല, ഗിബോർ എന്നോട് മറുചോദ്യം ചോദിക്കുക, ചോദ്യത്തിന് ഉത്തരം പറയാതെ. ചോദ്യം ഉത്തരം പറയോ ഗിബോറെ? ഭയങ്കര ഡയലോഗ് മാസ്റ്റേഴ്സ് അല്ലേ, ഒന്ന് പറയും. നിങ്ങൾ ഭയങ്കര സംവാദകരല്ലേ, ക്രിസ്ത്യ വിശ്വാസ പ്രതിരോധകരാണ്. വലിയ അപ്പോളജറ്റിക് അല്ലേ? അപ്പൊ അപ്പോളജറ്റിന്റെ ക്വാളിറ്റി ഒന്ന് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ദൈവമാണ് 100%. എന്താ തെളിവ്? ബൈബിൾ വാക്യം കൊണ്ടുവാ. റെവലേഷനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഡയറക്റ്റ് ആരാധിക്കുന്നുണ്ട്. ആരാധിക്കുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നു. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അവിടെ ദൈവം എന്നുള്ള വാക്ക് വരുന്നത് പിതാവാരാ? അവിടെ ദൈവം എന്നുള്ള വാക്ക് വരുന്നത് പിതാവാരാ? യേശു ക്രിസ്തുവിന്റെ പിതാവാരാ? യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദ്യം വളരെ സ്ട്രൈറ്റ് ആണ് പറയാ. ഞാൻ ദൈവമാകുന്ന എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ആൻസർ ആണ്. ഒരു സ്ട്രൈറ്റും ഇല്ലല്ലോ. ഞാനും പിതാവും എന്നല്ല പറയുന്നത്, ഞാൻ ദൈവമാകുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ ദൈവമാണ് എന്നല്ലല്ലോ പറഞ്ഞത്, ഞാൻ പിതാവാകുന്നല്ലോ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗിബോർ പിതാവാകുന്നു പറഞ്ഞാല് ഗിബോരുടെ മക്കളുടെ പിതാവ് എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഗിബോർ ദൈവം എന്ന അർത്ഥമില്ല. ഒന്ന് മ്യൂട്ട് സാമ്പ്രദർ പറഞ്ഞു. മാസ്റ്ററെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് ഞാൻ ഗിബോറച്ചാൻ തുടങ്ങിയെത്തുന്നത് ഞാൻ തുടങ്ങാം. അപ്പോ ഞാനും പറ്റില്ല, ഞാനും ഗിബോറും തമ്മിൽ സംസാരിക്കുന്നത് തേർഡ് പാർട്ടി ആയിട്ട് പറ്റരുത്. പുള്ളി ഭയങ്കര പിന്നെ പറഞ്ഞു എന്നാ അതൊന്ന് കേൾക്കട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ്. ഇവിടെ മുജാഹിദ് നീയായിട്ട് ഞാൻ സംസാരിക്കുന്ന വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ പിതാവ് ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പിതാവ് ആരാണ്?
യേശുക്രിസ്തു പിതാവ് വേറൊരാളാവുമ്പോ അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവമാ, യേശുക്രിസ്തുവിന്റെ പിതാവ് ഞാൻ ഒരാളാണ്, അദ്ദേഹമാണ് ചോദിക്കുന്നത് ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവ് യേശുക്രിസ്തുവിന് വേറൊരാളാണ്, അദ്ദേഹമാണ് ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു പിതാവ് എങ്ങനെ ആരാണ്? ദൈവമായി മാറുന്നു? അപ്പൊ അങ്ങനെ യേശു യേശുക്രിസ്തുവിന്റെ ദൈവമാകുന്നത്? പിതാവ് ആരാണ്? യേശുക്രിസ്തുവിന്റെ പിതാവ് ആരാണ്? സിമ്പിൾ ചോദ്യം. യേശുക്രിസ്തു അതിന്റെ ഉത്തരം എന്ന് പിതാവില്ലല്ലോ, പറയാം. തന്തയില്ലാണ്ട് ആര് ജനിച്ചതല്ലേ. പറഞ്ഞു? ആര് പറഞ്ഞു പിതാവില്ലെന്ന്? അത് അല്ലാഹു എവിടെയാ പറഞ്ഞു. ഉള്ളത്? എവിടെയാ ഉള്ളത്? അല്ല, എന്റെ ചോദ്യം ബിഫോറെ അല്ല തന്തയില്ലാതെ ജനിച്ചത് നമുക്ക് ആരാന്നറിയാം, ആരാന്നറിയാം കേട്ടോ. അത് പറയരുത്. അത് മുഹമ്മദിനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. അതേപോലെ യേശു താൻ ദൈവമാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നേരം യേശു പറഞ്ഞോ ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണം. മറിയത്തിന്റെ ഫർജയില് അറബി ഖുറാനകത്ത് ആരാണ് മറിയത്തിന്റെ ഫർജയിൽ എഴുതിയത്? ചോദ്യം അതല്ലെങ്കിൽ പോരാ, നീ വിഷയത്തിൽ വിഷയത്തിന് മാറ്റല്ലേ, വിഷയം മാറ്റല്ലേ, ഞാൻ വിഷയത്തിന് മാറ്റല്ലേ. ഇവിടെ സിമ്പിൾ ചോദ്യം, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പിതാവ് ആരാണ്? ഞാനും പിതാവ് ഒന്നാകുന്ന പറയുമ്പോ അതെവിടെ ഞാൻ പിതാവ് ദൈവമായിട്ട് വരുന്നത് എങ്ങനെയാ? ഓക്കെ, അതിന് ഞാനൊരു മറുപടി പറഞ്ഞതിന് ശേഷം മാസ്റ്റർ പറ്റില്ല, എനിക്ക് കിബോർ ആൻസർ പറഞ്ഞു. ചോദ്യം ആരോടാ ചോദിച്ച ആരോടാണ് ആൻസർ പറയണ്ടേ? 10ാം ക്ലാസിന്റെ പരീക്ഷ ഇല്ലയോ ഇത്? ഒന്ന് പോ മനുഷ്യ. ഉത്തരം മുട്ടും അങ്ങനെയൊക്കെ വരും. ഇല്ല ഞാനിങ്ങ് എടുത്തു കാരണം ജിബോറച്ചൻ ബിസിയാണ്. ബൈബിൾ ഇപ്പൊ കയ്യിലെടുക്കാനില്ലെന്നേ മാസ്റ്റർ, ബൈബിൾ കയ്യിലെടുക്കാൻ ഇപ്പൊ ഇല്ലെന്നേ. ഇതിപ്പോ ഉണ്ടെന്നേ, ഇതിപ്പോ എന്റെ കയ്യിലുണ്ടെന്നേ, എന്റെ കയ്യിലുണ്ടെന്നേ. ഒരു ഉത്തരവും മുട്ടിയിട്ടില്ല. ഒരു ഉത്തരവും മുട്ടത്തില്ല മാസ്റ്ററെ. മാസ്റ്ററെ ഹലോ കേൾക്കുന്നുണ്ടോ? ഉത്തരം മുട്ടത് കൊണ്ടാണ് മൈക്ക് വേറെ ആൾ കൈമാറുന്നത്. ഇവിടെ മോഡറേറ്റ് ചെയ്യരുത്. ഇവിടെ ഈ റൂമിനകത്ത് സംസാരിക്കാൻ ആരാണ് സംസാരിക്കേണ്ടതെന്ന് ഇവിടെ ചോദ്യകർത്താവിനോട് താങ്കൾക്ക് വേണ്ടുന്ന ആൻസർ ഈ സ്പീക്കർ പാനലുള്ള ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. അത് അല്ലല്ലോ, ആരോടോ ചോദിച്ച ആളുടെ ഉത്തരം പറയേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റൂമിനകത്ത് താങ്കൾക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന മോഡറേറ്റർമാര് ആരെ ഏൽപ്പിക്കുന്നു അവര് പറഞ്ഞോളൂ. അല്ലാതെ പിടിവാറ്റി അത് നിങ്ങളുടെ മദ്രസയിൽ പോയി നോക്കിയാൽ മതി. ഒരു കാക്കാമാറും വരില്ല, ഞങ്ങൾ ഭയങ്കര സംഭവമാണ്. കാക്കാമാരും ആളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ പറയാത്തത് ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ വലിയ ഉത്തരം പറയുന്നവരാണൊക്കെ. മാസ്റ്ററെ, നിങ്ങൾക്ക് ഉത്തരമാണോ വേണ്ടുന്നത്? നിങ്ങൾക്ക് ഉത്തരമാണോ വേണ്ടുന്നത്? എനിക്ക് ഉത്തരം കിബോർന്ന് കേൾക്കണം. ഇത് ഉത്തരം ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവായിട്ട് എടുത്താ പോരെ? മ്യൂട്ട് ഞാൻ അല്ലാതെ മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മ്യൂട്ട് ചെയ്യും. നിങ്ങൾ ഒരു VIP അല്ല, ഒന്നുമല്ല. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം പറയാത്തത് വിമലെ, ചോദ്യ ഉത്തരം പറയൂ. ഞാൻ പിതാവ് ഏകനാണെന്ന് ഞാൻ ദൈവം എന്നുള്ള വാക്യമുള്ളത്, അതിലാണ് ഞാൻ ദൈവം എന്നുള്ള വാക്കുള്ളത്. ബൈബിളിലെ റെഫറൻസ് കൊടുത്തേ. ഏത് ബൈബിള്? എന്ത് ബൈബിളില് ഞാൻ ദൈവമാകുന്നു എന്ന് സ്വയം മാത്രമല്ല, ഓരോ സ്ഥലത്ത് ബൈബിള് പറയുന്നു ഞാൻ ഇസ്രായേലിലേക്ക് അയച്ചൊരു മാത്രം അയച്ചതാണ്. ഓരോ സ്ഥലത്ത് ശിഷ്യം പറയുന്നു യേശു പ്രവാചകനാകുന്നു, ദൈവമല്ലെന്ന്. ബൈബിൾ തന്നെ പറയുന്നു യേശു പ്രവാചകനാണെന്ന് ദൈവത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ. മാസ്റ്ററെ, താങ്കളെ ഉസ്താദുക്കള് വെളിച്ചെണ്ണ പുരട്ടിയ ഈ കഥയും കൊണ്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് വെച്ചേക്കാം. ഒരു മേത്തന്മാരും, ജിബോർ ബ്രദർ പറഞ്ഞ അതേ രീതി ഞാൻ പറഞ്ഞു, ഒരു മേത്തന്മാരും ക്രിസ്ത്യാനികളെ എതിർക്കാൻ തുടങ്ങുന്നില്ല. ഇപ്പൊ ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്ന നിന്റെ ദൈവം യേശു ദൈവമാണ് ബൈബിളിൽ എവിടെ നേരത്തെ സ്വയം പറഞ്ഞിട്ടുള്ളത്?
ആ ചോദ്യത്തിന് മറുപടി പറയും പോരെ. താങ്കൾ കേൾക്കൂ ഇനി ത്രെഡിൽ വന്നിട്ട് വലിയ വീരവാദം ഇളക്കാൻ നിൽക്കട്ടെ വിമലെ. ഇവരെ ഇനി ത്രെഡുകളിൽ കയറിയിട്ട് വലിയ വീരവാദം ഇളക്കാൻ നിൽക്കരുത്. ഞങ്ങളുടെ ഏറ്റുമുട്ടൽ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ ഏറ്റുമുട്ടൽ വീരവാദം ഇളക്കാൻ നിൽക്കട്ടെ. ചോദ്യം താനൊരു ഫീരുവാ, താനൊരു ഫീരുവാ, അതുകൊണ്ട് കിടന്ന് കളിക്കുന്നത്. അവര് പറഞ്ഞു കേൾക്കുവാ, ഞാൻ താനൊരു ഫീരു തന്നെ, താനൊരു ഫീരു തന്നെ, താനൊരു ഫീരു തന്നെ, താനൊരു ഫീരു തന്നെ. ഞാൻ എന്റെ മാസ്റ്റർ ഒരു മിനിറ്റ് പറഞ്ഞു കേട്ട്. ഇനി താങ്കൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഈ റൂമിന്റെ നിയമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റൂമിൽ ആരും സംസാരിക്കേണ്ടത് താങ്കളല്ല. ഇനി മൈക്ക് എടുത്താൽ ഞാൻ താഴെ കളയും. ഇനി എടുത്താൽ മൈക്ക് എടുത്താൽ താഴെ കളയും. ഞാനാണ് മ്യൂട്ട് ചെയ്തത്. മുജാഹിദ്, ഞാൻ ഇവിടെ കൃത്യമായ 1 മിനിറ്റ് ഞാൻ കൃത്യമായ ഉത്തരം തന്നു. ഞാൻ നിങ്ങളെ എടുത്ത് തൂക്കിക്കളയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളല്ലേ പറയും ഞാൻ എടുത്ത് തൂക്കിക്കളഞ്ഞത്. കൃത്യമായ ഉത്തരം പറഞ്ഞു. 1 മിനിറ്റ് അവിടെ മിണ്ടാതിരിക്കും. നിങ്ങളുടെ ക്ലബ് ഒന്നും അല്ല ഇത് തെറി പറയാനും ബഹളം പറയാനായിട്ട്. ഇവിടെ സാം ബ്രദർ ഇപ്പൊ ഇത് ആൻസർ പറയാം, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യും. അതിന്റെ കാരണം എന്താണെന്നറിയാം? ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ബൈബിൾ വാക്യങ്ങളില് നിങ്ങൾ പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന വാക്കാണ്. അതിൽ എവിടെയാണ് ഞാൻ ദൈവം എന്നുള്ള വാക്ക് എവിടെയാ ഉള്ളത്? ഞാൻ പിതാവ് ഒന്നാകും എന്ന് പറയുമ്പോൾ അതിലെവിടെ ഞാൻ ദൈവമാകുന്നു എന്ന വാക്കുള്ളത്? നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്ത് അതെവിടെയാ ഉള്ളത്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാസ്റ്ററെ? ഹലോ ഞാൻ ആൻസർ കിട്ടാൻ വേണ്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മറുചോദ്യം അല്ല വേണ്ടേ? മറുചോദ്യം ഉത്തരം പറയൂ. വിമലെ വിമൽകുമാരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉത്തരം അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ മറുചോദ്യമല്ല വേണ്ട, ഉത്തരം വേണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര തെറിയൊക്കെ വിളിച്ചു പറഞ്ഞേ, വളരെ മോശമല്ലേ ഇതൊക്കെ? വിമലെ, ഞാൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എവിടെ തെറിവാൻ നിങ്ങൾ കേൾപ്പിച്ചു? താങ്കൾക്ക് മര്യാദയ്ക്ക് കേട്ടൂടെ? ഇത് പറയാൻ ഞങ്ങൾക്ക് എന്റെ ചോദ്യം ഒരു വ്യക്തിയോടാണ്. പുള്ളിയാണ് പറയും ഞാൻ വലിയ സംഭവ പ്രസ്ഥാനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തുക, ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക. ഇവിടെ ക്രിസ്ത്യാനികളെ വൗച്ച് ചെയ്യാനായിട്ട് മൈക്കിൾ എക്സാർട്ടും വേണ്ട, PG അലക്സാണ്ടറും വേണ്ട. ഞാൻ മതി. ഇവിടെ നിങ്ങൾ മിണ്ടാതിരിക്കെ. ഇവിടെ സാം എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് ഈ സാം ബ്രദർ എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടു സഹോദരൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാ. അല്ലാതെ ഞാൻ സാം ബ്രദറിനെ വെളിയിൽ നിന്ന് സാം ബ്രദർ ഒരു കാര്യം ചെയ്യും, ക്രിസ്തീയ വിശ്വാസം ഭയങ്കര തളർച്ചയിലാണ്, ഒന്ന് വന്ന് രക്ഷിക്കണേ പ്ലീസ്. അല്ല, എന്റെ ഒരു കൂട്ടു സഹോദരനാണ്. ആ കൂട്ടു സഹോദരനാ ഉത്തരം പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങള് മുഹമ്മദ് ഭയങ്കര സംഭവമാണെന്ന് ആര് പറഞ്ഞു? മൈക്കിൾ H. ഹാർട്ട് പറഞ്ഞു. മൈക്കിൾ H. ഹാർട്ട് മുസ്ലിമാ? ആണോ? അല്ലല്ലോ. അപ്പൊ ഇവിടെ സാം ബ്രദർ എന്റെ കൂട്ടു സഹോദരനാ. ഹീസ് ഗോട്ട് ടു ആൻസർ. സിമ്പിൾ. അതെന്താ മാസ്റ്ററെ? കാരണം ഞാൻ എന്റെ ചോദ്യം ഗിബോറിനോടാണ്. ഞാൻ ഏറ്റെടുത്തു. ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു മേത്തന്മാരും ക്രിസ്ത്യാനികളെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടില്ല. ആ വെല്ലുവിളി ഞാൻ കാണുന്നുണ്ടല്ലോ. വെളി ബ്ലോക്ക് ചെയ്തിട്ടും അതെന്താ മാസ്റ്റർ തന്നെ ഇപ്പൊ മേത്തന്ന് പറഞ്ഞ് തന്നെ വിളിച്ചിട്ട് വെല്ലുവിളിച്ചത്? താൻ തെരഞ്ഞെടുക്കത്തത് ആ വിളി താൻ ഏറ്റെടുക്കണം. ആണാങ്ങി ഏറ്റെടുക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുണ്ട്. ഓക്കെ, ജിബോറച്ചാൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അല്ല എനിക്ക് ഗിബോർ ആൻസർ പറയൂ. ഞാൻ തെളിയിക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ആണെന്ന് തെളിയിക്കാം. സാം ബ്രദറും ആൻസർ പറയും. ചോദിച്ചത് പറഞ്ഞല്ലോ, ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഇവിടെ താനോട്ടിരിക്കും. സാം ബ്രദർ ആൻസർ പറയും.
അള്ളാഹു പറഞ്ഞോ അതോ മറ്റേ ഒരു അള്ളാഹു സെക്കൻഡ്. പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നേർക്കേറെ പറഞ്ഞാണ്. അല്ല അയാമേ ഞാൻ എടുക്കാം. ഞാൻ മാസ്റ്ററെ പറയട്ടെ, ഇനി നിങ്ങൾ പറയൂ. അല്ല, മാസ്റ്ററെ ഒരു എനിക്ക് സെക്കൻഡ്. ഗിബോറിന്റെ ആൻസർ ഉണ്ട്. ഗിബോർ താങ്കളൊന്ന് മിണ്ടാൻ മ്യൂട്ട് സ്കിപ്പ് ചെയ്യൂ ചെയ്ത് പോകുന്നത്. സഹോദര. വെറും മുഹമ്മദിന്റെ സ്വഭാവം ഗിബോർ കാണിക്കരുത്. ആൻസർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചർച്ച തുടരാം. വെറും പറ്റുന്നില്ല കേട്ടോ. മുഹമ്മദിന്റെ സ്വഭാവം ഗിബോർ, കാണിക്കരുത്. ഞാൻ നിന്നെ വെല്ലുവിളിക്കാണ്. വിമല, മാസ്റ്ററെ ഞാൻ വെല്ലുവിളിക്കുന്നു. ജിബോറച്ചാൻ ഇപ്പൊ ബൈബിൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും താങ്കൾ ഈ കിടന്ന് അലയ്ക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ മിണ്ടത്തില്ല. പഞ്ചപുച്ഛം അടക്കിയാൽ മിണ്ടാതിരുന്നേനെ. മനസ്സിലായില്ലയോ? ഒരു മേത്തന്മാരും മാസ്റ്ററെ ഒന്നും കൂടെ പറയുന്നു, ഒരു മേത്തന്മാരും ക്രിസ്ത്യാനികൾക്കെതിരെ വെല്ലുവിളിക്കാൻ വളർന്നിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഇഫ് യു അതുകൊണ്ടാണ് ബൈബിള് ഇത് ചെയ്യാത്തത്. ഞാൻ ചെറിയൊരു പണിയിലൂടെ ഉത്തമഗീത വായിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ വായിക്കുന്നത്. മാസ്റ്ററെ താങ്കൾക്ക് സംസാരിക്കാൻ മാസ്റ്ററെ ഞാൻ ഇനി മുഹമ്മദിന്റെ വിശുദ്ധ ഗുണങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും. റൂം തീരുന്നിടമല്ല എന്നെ എനിക്കും പറയാനുണ്ട് ഒത്തിരി. നമുക്ക് സംസാരിക്കാമെന്നേ, നമുക്ക് സംസാരിക്കാം. താങ്കൾ മ്യൂട്ട് ചെയ്യൂ. ഞാൻ മ്യൂട്ട് ചെയ്യാം മനുഷ്യ, മ്യൂട്ട് ചെയ്യാം. പക്ഷെ ഗിബോർ ഉത്തരം പറയാണ് ചോദിക്കുന്ന. താങ്കൾ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഗിബോർ ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ ഫതഹുൽ മുഈൻ വായിക്കാൻ തയ്യാറാണോ? ഫതഹുൽ മുഈൻ വായിക്കാൻ തയ്യാറാണോ? അല്ല പിന്നെ മാസ്റ്റർ, അയ്യോ ഇവിടെ ഭയങ്കര സംഭവമാണല്ലോ. മുജാഹിദ് അങ്ങ് പെറ്റുപെരുക്കി കിടക്കുകയാണല്ലോ. അല്ല മുജാഹിദ് അങ്ങ് പെറ്റുപെരു എടാ, ഞാനത് ശരിയാണ്. ഞാൻ ഈ തെറിയാ പറയുന്നത്. ഞാൻ വായ എടുത്ത് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് ഞാൻ പറയും. എടാ മുഹമ്മദ് എന്ന് ഞാൻ പറയും. അത് നിനക്ക് തെറിയായിട്ട് തോന്നെങ്കിൽ മുഹമ്മദ് എന്ന് ഞാൻ പറയും. ഇനിയും പറയും മുഹമ്മദ് എന്ന് ഞാൻ പറയും. എടാ അതുപോലെ ഒരു പരത്തെറി ഉലക ചരിത്രത്തിൽ വേറെ ഒന്നില്ല. അത്രയും മാത്രം മ്ലേച്ഛനും അധമനും നിഷ്ഠൂരനും കിരാതനുമായിട്ടുള്ളവൻ വേറെ ഒരുത്തനും ഇല്ല. അത് കണ്ടുപിടിച്ച് കറക്റ്റാണ്. നീ പറഞ്ഞത് കറക്റ്റാണ്. കണ്ടുപിടിച്ച സംഭവം തന്നെയാണ്. യാതൊരു കാര്യമില്ല. മുഹമ്മദിനെ അള്ളാഹുവിനെ ഓൾറെഡി ഉപ്പിലിട്ടേക്കാണ്. ഉപ്പിലിട്ടിട്ട് മറ്റേ രക്ഷയില്ല. മുഹമ്മദിനെയോ മുഹമ്മദിനെ ഞങ്ങൾ വിളിക്കില്ല. മുഹമ്മദിനെ ഞങ്ങൾ വിളിക്കില്ലെന്ന്. ചാന്തുപൊട്ട് മുഹമ്മദിനെ ഞങ്ങൾ ചാന്തുപൊട്ടെന്ന് വിളിക്കില്ലെന്ന്. മുഹമ്മദിനെ 4 പേര് ചേർന്നിട്ട് കുണ്ടനടിക്കുകയും പിന്നെ അതുപോലെ തന്നെ 4 പേര് ചേർന്നിട്ട് സവാരി നടത്തുകയും ചെയ്തിട്ട് അവനെ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. ഞങ്ങൾ ചാന്തുപൊട്ടെന്ന് വിളിക്കില്ല. സ്വന്തം മക്കളായ കൊച്ചുമക്കളായ ഹസന്റെ ഹുസൈന്റെയും മറ്റേ സുനാമണി പിടിച്ചിട്ട് അതിനകത്ത് വിടുന്ന നക്കുകയും ഉറിഞ്ചിയൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് ഇതിനെല്ലാം ഉപ്പ് രസമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ സാധനം അത് ഹസനും ഹുസൈനും തുണി മുക്കി കാണിച്ചു. അന്നേരം പുള്ളി അവിടെ പോയിരുന്നിട്ട് മറ്റേ പരിപാടി ചെയ്തു. അവനെ ഞങ്ങൾ ചാന്തുപൊട്ടെന്ന് വിളിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ ചാന്തുപൊട്ടെന്ന് വിളിക്കത്തില്ല. ഞങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾ ചാന്തുപൊട്ടെന്ന് വിളിക്കില്ല. മാസ്റ്റർ മുഹമ്മദിനെ ചാന്തുപൊട്ടെന്ന് വിളിച്ചാലും ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. ഞങ്ങൾ വിളിക്കില്ല. ആയിഷയുടെ കെട്ടിയാലും ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങൾ ആയിഷയുടെ പാൽക്കാരി പെണ്ണെ പാലൊന്ന് തായോ പാലത്തിൽ കൂടെ പാഞ്ഞൊന്ന് വായോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ആ ആയിഷ എന്ന് പറയുന്ന പാൽക്കാരി പെണ്ണിന്റെ കെട്ടിയാലും ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങൾ വിളിക്കില്ലെന്ന് മലം മറ്റവന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചോണ്ട് നടന്ന് അനസിനെ പോലുള്ളവരെ കൊണ്ട് മലം അന്വേഷിപ്പിച്ചോണ്ട് നടന്നവരെ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ മലം കിടന്ന ആ കുളത്തിന്ന് വുദു ചെയ്ത തീട്ടക്കുളത്തിന്ന് വുദു ചെയ്ത മുഹമ്മദിനെ ഞങ്ങൾ മലം മുഹമ്മദ് എന്ന് വിളിക്കത്തില്ല. തീട്ടക്കുളത്തിന്ന് വുദു ചെയ്ത മുഹമ്മദിനെ ഞങ്ങൾ തീട്ട മുഹമ്മദ് എന്ന് വിളിക്കില്ല. മല മുഹമ്മദ് എന്ന് ഞങ്ങൾ വിളിക്കില്ലെന്ന്. ഞങ്ങള് മല മുഹമ്മദ് എന്ന് വിളിക്കില്ല. തീട്ടക്കുളത്തിന്ന് വുദു ചെയ്താലും ഞങ്ങൾ അങ്ങനെ വിളിക്കില്ലെന്ന്. ഞങ്ങളങ്ങനെ വിളിക്കില്ല. തീട്ടക്കുളത്തിന്ന് വുദു ചെയ്താലും ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. അതാണ് പറഞ്ഞേ. അതെത്ര ചെയ്തെന്ന് പറഞ്ഞാലും മുഹമ്മദ് എത്ര വ്യഭിചാരിച്ചാലും മുഹമ്മദിനെ ഞങ്ങൾ വ്യഭിചാരി എന്ന് വിളിക്കില്ല. ഹഫ്സേനെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് മുഹമ്മദ് വീട്ടിൽ കിടന്നിട്ട് അവിടെ മറ്റേ ഹഫ്സയുടെ വിരിപ്പിൽ കിടന്നിട്ട് മാര്യത്തുമായിട്ട് കിടന്നിട്ട് ഈ പോൺ പരിപാടി കാണിച്ചല്ലോ. അത് ഞങ്ങളതുകൊണ്ട് അതിന്റെ CD ഉണ്ടാക്കി വെക്കില്ല.
അതുപോലെ തന്നെ ഈ സൈദിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവിടെ സൈനിക വിവസ്ത്രയായിട്ട് നിന്നപ്പോ പുള്ളി ആ കാഴ്ച കണ്ടിട്ട് ആ മനസ്സുകളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞില്ലേ, ആ അന്നേരം ഞങ്ങളത് പോണോഗ്രഫി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കില്ല. നിനക്ക് മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഉമറും അബൂബക്കറും കയറി വന്നപ്പോ തുണിയില്ലാണ്ട് അവിടെ കിടന്നിട്ട് പിന്നീട് വേറൊരുത്തൻ കയറി വന്നപ്പോഴത്തേന് അയ്യോ അവനെ അള്ളാഹു മാനിച്ചേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തുണിയിട്ടില്ലേ, അവനെ ഞങ്ങൾ നഗ്നനെന്ന് വിളിക്കില്ല, അവനെ ഞങ്ങൾ നഗ്നനെന്ന് വിളിക്കില്ല. മനസ്സിലായോ? ഞങ്ങൾ വിളിക്കില്ല. അയ്യോ ഞങ്ങൾ വിളിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല, നാല് പേര് ചേർന്നിട്ട് സവാരി നടത്തിയ മുഹമ്മദിനെ ഞങ്ങൾ ചാന്തുകൊണ്ടെന്ന് വിളിക്കില്ല. ഹസനും ഹുസൈന്റെയും മറ്റേ സുനാഗ്രാഫി പിടിച്ചിട്ട് നക്കിയ ഉറുതിയൊക്കെ ചെയ്തല്ലോ, അത് ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങൾ ആ മുഹമ്മദിനെ വിളിക്കില്ല. ഞങ്ങൾ മുഹമ്മദിനെ ചാന്തുകൊണ്ടെന്ന് വിളിക്കില്ല. മാസ്റ്റർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ മുഹമ്മദിനെ ചാന്തുകൊണ്ടെന്ന് വിളിക്കില്ല. ഞങ്ങൾ വിളിക്കില്ല. ഇത് 4 പേര് ചേർന്നിട്ട് രാപകല് കിടന്ന് സവാരി നടത്തിയിട്ട് പിറ്റേ ദിവസം കിടന്ന് അയ്യോ എന്റെ അള്ളാ എനിക്ക് വേദനിക്കുന്നതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ മുഹമ്മദിനെ അങ്ങനെ വിളിക്കില്ല. ഞങ്ങൾ അങ്ങനെ വിളിക്കുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ വിളിക്കില്ല മനുഷ്യ, ഞങ്ങൾ വിളിക്കില്ല. നീ അങ്ങനെ വിചാരിക്കില്ലേ? നിന്റെ വെറും തെറ്റിദ്ധാരണയാണ്, മാസ്റ്ററിന്റെ വെറും തെറ്റിദ്ധാരണയാണ്. ഞങ്ങളൊക്കെ റീസൺ ആണ്. മുഹമ്മദ് അങ്ങനെയൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ലെന്ന്. പിന്നെ അയ്യേ ഞങ്ങൾ വിളിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യേ ഞങ്ങൾ വിളിക്കില്ലെന്നേ, ഞങ്ങൾ വിളിക്കില്ലെന്ന്. ആ തീറ്റക്കുളത്തിൽ ഹുദ ചെയ്തെങ്കിലും അവൻ മല മുഹമ്മദ് എന്ന് ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങളതിനെ നിർബന്ധിക്കണ്ട, ഞങ്ങൾ വിളിക്കില്ല. ഞങ്ങൾ വിളിക്കില്ല. തീട്ടക്കുളത്തിൽ ഹുദ ചെയ്തവരാണെങ്കിലും ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നാട്ടുകാരവിടെ പോയിട്ട് കിടന്നിട്ട് ഈ പുള്ളിനെ വേറെ പലതും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല മാസ്റ്ററെ. അത് വേണ്ട ആ പരിപാടി വേണ്ട. അയ്യേ അത് വേണ്ടാന്ന് മാസ്റ്ററെ, അത് വേണ്ടാന്ന്. ഞങ്ങൾ ആ പുള്ളി പോയിട്ട് ഈ പണി കാണിച്ചു. ഈ പറയുന്ന ആൾക്കാരെല്ലാം സവാരി ചെയ്തു, തിരിച്ചും സവാരി ചെയ്തു. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. ഹുസന്റെ ഈ സാധനമൊക്കെ എടുത്തിട്ട് പുള്ളി നക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് അവനെ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ലെന്ന്. മുഹമ്മദ് അങ്ങനെ വിളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കില്ല. ഞങ്ങൾ വിളിക്കില്ല മാസ്റ്ററെ. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല മാസ്റ്ററെ. മാസ്റ്ററിന് അങ്ങനെയൊക്കെ ചെയ്യുന്നു മാസ്റ്റർ വ്യാമോഹിച്ചെങ്കിൽ അത് മാസ്റ്റർ വെറും വ്യാമോഹം മാത്രമാണ്. വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വെറുതെ കേൾക്കുന്നത്? അയ്യേ ഇന്നോസവനെ ഞങ്ങൾ വിളിക്കും, ഒട്ടും വിളിക്കില്ല. അയ്യേ ഇന്നോസവന് വേണ്ടെന്ന്, ഉന്നോസവന്റെ കാര്യം ഇവിടെ കേൾക്കണ്ടെന്ന്. വേണ്ടെന്ന് മിണ്ടായിരിക്കും. വേണ്ടെന്ന് ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന്. ആ ബലാലിന്റെ കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട മാസ്റ്റേ. അയ്യേ വൃത്തികേട്ട്. ഇന്നോവ കടന്ന് വിളിക്കാനെന്ന് ഞങ്ങൾ വിളിക്കല. അയ്യേ ഇന്നോസവനെ വിളിക്കാൻ പറയുന്നത്. അയ്യേ ഞങ്ങൾക്ക് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ആ കവാലത്തിലിട്ട് പൊട്ടിക്കണം, കവാലക്കുറ്റി നോക്കി പൊട്ടിക്കേണ്ട കാര്യമാണ് മുഹമ്മദ് ചെയ്തത്. എന്നാലും ഞങ്ങൾ അങ്ങനെ പൊട്ടിക്കണമെന്ന് പറയുകയല്ല. അങ്ങനെ ചെയ്യണമെന്നാണ് മുഹമ്മദ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അത് മോശമാണ്. കവാലക്കുറ്റിക്കിട്ട് പൊട്ടിക്കണമെന്നാണ് ഈ പ്രമാണം. പക്ഷെ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് ഞങ്ങളുടെ മാന്യത. പിന്നെ ചാത്തുകാരനെ ചീഞ്ഞ് പുഴുവരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാറ്റം വമിക്കത്തില്ലായിരുന്നല്ലോ. പിന്നെ ആട് നാറിക്കൊണ്ടിരുന്ന മനുഷ്യനെ നാറിന്ന് ഞങ്ങൾ വിളിക്കുകയില്ല. അതെന്താണ്? ഞങ്ങളുടെ മാന്യത. അത് ഞങ്ങളുടെ മാന്യതയാണെന്ന്. ഏതാ ഈ 5-6 ഈ യുദ്ധത്തിന് പോയ ദിവസങ്ങൾ മൊത്തം കുളിക്കാതെ നടന്നേ? ആട് നാറുമായിരുന്നെന്ന് ആയിഷ കമന്റ് ചെയ്ത മുഹമ്മദിന്റെ കാര്യമാണ് പറയുന്നത്. അയ്യേ ആട് നാറുമായിരുന്നെന്ന് മുഹമ്മദിനെ ആട് നാറുമായിരുന്നെന്ന് ആയിഷ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പുള്ളിനെ നാറിന്ന് വിളിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ നാറിന്ന് വിളിക്കണമെന്ന്. അയ്യേ ഞങ്ങൾ പറയത്തില്ലെന്ന്. എടാ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ ഒരു കുടത്തിൽ നിന്ന് മുഹമ്മദ് കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വൃത്തികേട് കൊണ്ട് ഞങ്ങൾ അതിനെ അറിയുന്നൊന്നും വിളിക്കില്ല. അയ്യേ ആ കുളിക്കാത്തവനൊന്നും ഞങ്ങൾ പറയത്തില്ല. ആ പരിപാടി ഞങ്ങൾ ചെയ്യത്തില്ല. അയ്യേ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ആയിഷ മറ്റേ അടിയിലോട്ട് മാത്രം വസ്ത്രം ധരിച്ച് മേളിൽ നഗ്നയായിട്ട് എന്നിട്ട് കുളിച്ച് കാണിച്ചാണോ? അയ്യേ ആ ഇസാർ ധരിച്ചുകൊണ്ട് കാണിച്ച പരിപാടി ഞങ്ങൾ കാണിക്കുകയില്ല. ഞങ്ങൾക്കതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ആ പരിപാടി ഒന്നുമില്ല എന്റെ പൊന്നു മാഷേ. അയ്യേ വൃത്തികേട്. അയ്യയ്യേ കഷ്ടം. ആ പണിയൊന്നും ഞങ്ങൾക്കില്ല. അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ഓ ഞങ്ങളുടെ ദൈവം ആരാന്ന് പറയാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന കല്ലാണോ, അതോ പിന്നെ അതിനപ്പുറത്തിരിക്കുന്ന തീട്ടക്കുളമായിട്ട് 20 വർഷത്തിന് ഏറെ കൊണ്ട് അബൂതാഹിർ കക്കൂസുകല്ലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലാണോ, അല്ലെങ്കിൽ അള്ളാഹു ആണോ, മുഹമ്മദ് ആണോ, ഇനി അവിടെ വെച്ചിരിക്കുന്ന കിബിലയായ കാബയാണോ, ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമായത് മാഷാണോ വന്നിട്ട് ദൈവം ആരാന്ന് ചോദിക്കുന്നത്? അതാണ് സംവാദം പോയി നോക്കുക. ദൈവം ആരാന്ന് കൃത്യമായിട്ട് വേണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന യഹോവയെ
അയ്യേ എന്തുവാന്നേലും ലാത്തൗസമനാത്തെ ഉണ്ടാക്കിയ അള്ളാഹുനെ അല്ലേ, ഈ ജിന്നുകളായിട്ട് വ്യഭിചരിച്ച് കിടന്ന അള്ളാഹുന്റെ കാര്യമല്ലേ പറയുന്നേ? ആ പരിപാടിയൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ കൈവച്ചിരുന്നാ മതി. ജിന്നുകളായിട്ട് വ്യഭിചരിച്ച് കിടന്ന ഒരു അള്ളാഹു ഉണ്ടല്ലോ, ഒരു ലാഹദേവൻ, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണ്ട, അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ആ വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ജിന്നുകളായിട്ട് വ്യഭിചരിച്ച് നടന്ന അള്ളാഹുനെ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല. പിന്നെ അർഷിന്റെ അടിയിൽ കൂടി ഇങ്ങനെ മറ്റേത് ഞാൻ പറഞ്ഞു മുഹമ്മദിനെ ഇവിടെ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനും കൊടുക്കട്ടെ. എടാ ഐഷയുടെ പെറ്റിക്കോട്ടിട്ടോണ്ട് നിന്റെ മുഹമ്മദ് നടന്നത് എന്തിനാടാ? എടാ ഐഷയുടെ പെറ്റിക്കോട്ടിട്ടോണ്ട് വഹി കിട്ടുന്നത് നിന്റെ മുഹമ്മദിന് എന്തിനാടാ? എടാ മുഹമ്മദിന് ഐഷയുടെ പെറ്റിക്കോട്ട് ഇടുമ്പോഴേ വഹി കിട്ടത്തുള്ളൂടാ. എടാ കള്ളമുജാഹിദ് മാസ്റ്ററെ, അതെന്താടാ നീ ഉത്തരം പറയാ? ഐഷയുടെ പെറ്റിക്കോട്ട് ഇടുമ്പോൾ, ഐഷയുടെ ബ്രാ ഇടുമ്പോൾ, ഐഷയുടെ അണ്ടർവെയർ ഇടുമ്പോൾ മാത്രമേ നിന്റെ മുഹമ്മദിന് വഹി കിട്ടത്തുള്ളൂടാ. എടാ കള്ളമുജാഹിദ്, എന്താടാ അതിന് ഉത്തരം പറയാത്തെ? ഐഷയുടെ ബ്രാ ഇടുമ്പോൾ എന്താടാ നിന്റെ മുഹമ്മദിന് വഹി കിട്ടുന്നത്? ഐഷയുടെ ബ്രാ ഇടുമ്പോ എന്താ മുഹമ്മദിന് വഹി കിട്ടുന്നത്? അതൊന്ന് പറഞ്ഞേ. ഐഷയുടെ അണ്ടർവെയർ ഇടുമ്പോ മാത്രമേ മുഹമ്മദിന് വഹി കിട്ടത്തുള്ളൂ. അതിന് ഉത്തരം പറഞ്ഞേ, ഉത്തരം പറ. നിന്റെ കള്ള മുഹമ്മദിന് വഹി കിട്ടണമെങ്കിൽ ഐഷയുടെ പെറ്റിക്കോട്ട് ഇടണം. മനസ്സിലായോടാ? മനസ്സിലായോ? രാവിലെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുകയാന്നോ? രാവിലെ മുഹമ്മദിനെ പട്ടിത്തല്ല് തല്ലിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുവാന്നോ നീ? പറയടാ. മുഹമ്മദ് ചാന്ത് ആയതുകൊണ്ടാടാ, മുഹമ്മദ് ചാന്ത് ആയതുകൊണ്ടാ ഐഷയുടെ പെറ്റിക്കോട്ട് ഇടുന്നത്. ഞങ്ങൾ അങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കത്തില്ല. ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ മുഹമ്മദ്? ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ മുഹമ്മദ്? മാസ്റ്ററെ, ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ മുഹമ്മദ്? ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് പറ. ആദ്യം നീ ഇതിന് ഉത്തരം പറ. ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ? ഐഷയുടെ പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ടോ? മുഹമ്മദ് ഒരു യഹൂദ സ്ത്രീയുടെ അണ്ടർവെയർ മോഷ്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് യഹൂദ സ്ത്രീയുടെ അണ്ടർവെയർ മോഷ്ടിച്ചിട്ടുണ്ടോ? റെഡ് വെൽവെറ്റ് ക്ലോത്ത് മോഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് പറ. റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആരാടാ? സ്ത്രീകളല്ലേടാ ഉപയോഗിക്കുന്നത്? സ്ത്രീകളല്ലേ റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഉപയോഗിക്കത്തുള്ളൂ. മുഹമ്മദ് അത് കട്ടെടുത്തിട്ടുണ്ടോ? സൂറ 3:161 അനുസരിച്ച് മുഹമ്മദ് കട്ടെടുത്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഉത്തരം പറ. മുഹമ്മദ് റെഡ് വെൽവെറ്റ് ക്ലോത്ത് മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ഉത്തരം പറ. വന്നിരിക്കുന്നു. ഓടി നമുക്ക് അപ്പുറത്തെ റൂമുണ്ട് കേട്ടോ, ട്രൂത്ത് ഫൈറ്റേഴ്സ് റൂമുണ്ട്. വേറൊരു കാര്യം പറയാം, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരൊരു കാര്യം, ഒരു ഡെമോ കാണിച്ചു തന്നതാ. ഇനി എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വന്നോണമെന്നില്ല, ഒരു ഡെമോയാണ്. ഇവനൊക്കെ വന്നിട്ട് ഇമാതിരി വൃത്തികേട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോണ്ട് സഹോദരന്മാരിരുന്ന ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, അപ്പുറത്തെ റൂമിട്ട് നിങ്ങളെ കോൾ ഔട്ട് ചെയ്യും.